അടുത്തത് യുനെസ്കോ ആൻഡ് ഫിനാൻസിങ് ഓഫ് എഡ്യൂക്കേഷൻ. യുനെസ്കോയുടെ പങ്ക്. ഓക്കെ. Many subsidiary organizations attached to United Nations organization were established. They are UNESCO, United Nations Educational, Scientific and Cultural Organization. അപ്പോൾ വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നിവ പ്രവർത്തിക്കുന്ന UN ഒരു ഏജൻസിയാണ് എന്ത്? യുനെസ്കോ. വാട്ട് ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷൻ ഫിനാൻസിംഗ് ഡസ് യുനെസ്കോ ഫോക്കസ് ഓൺ? വിദ്യാഭ്യാസ ധനസഹായത്തിൽ യുനെസ്കോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? In many nations, there is a need to increase spending, especially to accomplish national education goals. So, കുറേ രാജ്യങ്ങളിൽ എഡ്യൂക്കേഷൻ ഗോൾസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. The necessity of global action on financing was acknowledged at the highest political level in 2015 when the Education Agenda 2030 Agenda urged countries to adhere to international and regional benchmarks of allocating at least 4 to 6% of gross domestic product or 15 to 20% of public expenditure to education. അപ്പോൾ UN പല രാജ്യങ്ങളിലും വിദ്യാഭ്യാസത്തിന് മതിയായ പണം കണ്ടെത്താൻ പ്രയാസമാണ്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. പക്ഷെ പണം ഇല്ലാത്തത് കൊണ്ട് UN അവരെ 2015 എഡ്യൂക്കേഷൻ 2030 അജണ്ട പ്രകാരം രാജ്യങ്ങൾക്ക് അവരുടെ GDPന്റെ 4 തൊട്ട് 6% വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കണം. അതുപോലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ 15 തൊട്ട് 20% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ ലോകമെമ്പാടുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് യുനെസ്കോ എന്ത് ചെയ്യുന്നു? മാർഗങ്ങളൊക്കെ കണ്ടെത്തി കൊടുക്കുന്നു. How does UNESCO engage with countries to undertake this work? Countries have developed different policies and reform strategies to enhance their educational institution and promote learning. അതായത് ഓരോ കൺട്രികൾക്കും ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പോളിസീസും റിഫോം സ്ട്രാറ്റജീസും ഒക്കെ ഉണ്ട് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. However, results frequently fall short of expectation for a number of reasons. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ റിസൾട്ട് എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രയ്ക്ക് ഉണ്ടാവാറില്ല, കുറെ റീസൺസ് കാരണം. The most important of which is lack of well budgeted money to assure complete implementation. അതിൽ പ്രധാനം എന്ന് പറയുന്നത് നമ്മളെ പൈസയുടെ ഒരു കുറവ്, ലാക്ക് ഓഫ് മണി. ഈ ഇംപ്ലിമെന്റേഷന്റെ സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ബഡ്ജറ്റ് കുറവ് കാരണം. UNESCO assists national and subnational education authorities in implementing a vision for education and lifelong learning. അങ്ങനെ ഉള്ളതാണ്. അങ്ങനെ ഉള്ളപ്പോഴാണ് യുനെസ്കോ ഈ നേഷൻസിനൊക്കെ അസിസ്റ്റ് ചെയ്യും. അവർക്ക് എഡ്യൂക്കേഷൻ വിഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ലൈഫ് ലോങ് ലേണിംഗിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യുനെസ്കോ അവരെ അസിസ്റ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ ഹെൽപ്പ് ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് ഇൻ ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷൻ. അത് യുനെസ്കോ ടെക്നിക്കൽ ഹെൽപ്പും എല്ലാം എഡ്യൂക്കേഷനിലും ഫിനാൻസിങ്ങിലും ചെയ്തു കൊടുക്കും. ഇൻക്ലൂഡിങ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റിവ്യൂവിങ് ആൻഡ് അനലൈസിങ് സെക്ടർ ആൻഡ് സബ് സെക്ടർ ഫിനാൻസ് സ്ട്രക്ചർ. ഓരോ ഇതിന്റെയും റിവ്യൂ എടുക്കും. ഓരോ സെക്ടറിന്റെയും ഫിനാൻസ് സ്ട്രക്ചർ റിവ്യൂ ചെയ്തിട്ട് അതിന് വേണ്ട പോളിസീസും പ്രാക്ടീസസും ഒക്കെ പറഞ്ഞു കൊടുക്കും. മോണിറ്ററിങ് ആൻഡ് അസസിങ് എഡ്യൂക്കേഷണൽ എക്സ്പെൻസസ് സച്ച് ആസ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. പിന്നെ എഡ്യൂക്കേഷണൽ മോണിറ്റർ ചെയ്യും എഡ്യൂക്കേഷണൽ എക്സ്പെൻസ്, അതായത് ചെറിയ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, അതുപോലെ അവർക്കുള്ള കെയർ, അഡൽട്ടിന്റെ എഡ്യൂക്കേഷൻ ലേണിംഗ് ആൻഡ് ഡിജിറ്റൽ ലേണിംഗ് ഒക്കെ. ഡെവലപ്പിംഗ് റിസോഴ്സ് എസ്റ്റിമേറ്റ്, കോസ്റ്റ് സിമുലേഷൻ ആൻഡ് ഫിനാൻസിംഗ് സിനാരിയോസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ സെക്ടർ പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജീസ്. പിന്നെ അവർ ചെയ്തു കൊടുക്കുന്നതാണ് റിസോഴ്സ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുക്കുക, സിമുലേഷൻ ഇങ്ങനെയുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ഇവാലുവേറ്റിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസി റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ ഫിനാൻസിങ്. ഇതൊക്കെ ചെയ്തിട്ട് ഇത് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അവർ കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഇമ്പോർട്ടൻസ് ഓഫ് സിമുലേഷൻ മോഡൽ ഇൻ എഡ്യൂക്കേഷൻ. Making an education vision a reality is a complicated process and requires substantial and human and financial resources. അപ്പോൾ ഇത് എന്താ പറയാ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു വിഷനെ റിയാലിറ്റി ആക്കണമെങ്കിൽ കുറേ അധികം കോംപ്ലിക്കേഷൻ ഉണ്ട്, ഹ്യൂമനിലും ഫിനാൻഷ്യൽ റിസോഴ്സിലും.
വാട്ട് ഇഫ് വി വാണ്ട് ടു എൻഷുർ ഫ്രീ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഫോർ ഓൾ? നമുക്ക് എല്ലാവർക്കും ഫ്രീ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻഷുർ ചെയ്യണമെങ്കിൽ എന്താവും? അല്ലെങ്കിൽ ഒരു ലോവർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫ്രീയും കമ്പൽസറി ആക്കണം, അതായത് 8th സ്റ്റാൻഡേർഡ് വരെയുള്ള എഡ്യൂക്കേഷൻ ഫ്രീ ആൻഡ് കമ്പൽസറി ആക്കണമെങ്കിൽ എന്തുണ്ടാവും? ഓർ റേസ് ടീച്ചേഴ്സ് സാലറി, ടീച്ചേഴ്സിന്റെ സാലറി റേസ് ചെയ്തിട്ട് അത് ടീച്ചിങ് മോർ അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് സെക്ടർ കുറെ പോളിസീസും പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. യുനെസ്കോ പ്രൊവൈഡ്സ് ഡയറക്ട് ടെക്നിക്കൽ സപ്പോർട്ട് ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് ടു കൺട്രീസ് ടു അണ്ടർടേക്ക് കോസ്റ്റിംഗ്. അപ്പോൾ യുനെസ്കോ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ടും കപ്പാസിറ്റി ഡെവലപ്മെന്റും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓരോ നേഷൻസിനും. പിന്നെ ഇവര് ഒരു എക്സൽ ബേസ്ഡ് സിമുലേഷൻ മോഡല് റെഡിയാക്കിയിട്ട് അത് നമുക്ക് ഏത് കൺട്രീസിന്റെ എക്സ്പേർട്സിന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ടു ഹെൽപ്പ് കൺട്രീസ് എസ്റ്റിമേറ്റ് ദ റിസോഴ്സ് അസോസിയേറ്റ് വിത്ത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദെയർ എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് സ്ട്രാറ്റജി. അങ്ങനെ ഇവര് ഓരോ കൺട്രീസിനെയും അവരെ റിസോഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ എഡ്യൂക്കേഷൻ പോളിസിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇൻ 2001 യുനെസ്കോ ഡെവലപ്ഡ് എഡ്യൂക്കേഷണൽ പോളിസി ആൻഡ് സ്ട്രാറ്റജി സിമുലേഷൻ. അങ്ങനെ 2001 യുനെസ്കോ എന്ത് ഡെവലപ്പ് ചെയ്തു? ഒരു എഡ്യൂക്കേഷൻ പോളിസിയും അതിന്റെ സ്ട്രാറ്റജി സിമുലേഷനും. മോഡൽ വിച്ച് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ഡസൻസ് ഓഫ് കൺട്രീസ് അറൌണ്ട് ദ വേൾഡ്. അതാണ് ഇപ്പോ ലോകമെമ്പാടുമുള്ള പല കൺട്രികളിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതാണ് യുനിസെഫ്. In December 1946, the United Nations Organization (UNO) established the United Nations International Children Emergency Fund. അതായത് 1948 യുഎൻഒ എന്ത് ചെയ്തു? ഒരു പുതിയ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തി. അത് കുട്ടികളുടെ ഇതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് എമർജൻസി ഫണ്ട് ഇന്റർനാഷണൽ ലെവലിൽ ഒരുക്കാൻ വേണ്ടിയിട്ട്. അതാണ് യുനിസെഫ്. ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ റിലീഫ് ടു സഫറിംഗ് ചിൽഡ്രൻ. The majority of UNICEF funded programs are long-term activities. ഇവരുടെ എല്ലാ ഫണ്ടിങ് പ്രോഗ്രാംസും ലോങ് ടേം ആണ്. ഷോർട്ട് ടേംസ് വളരെ കുറവാണ്. അധികവും ലോങ് ടേം ആക്ടിവിറ്റീസ് ആണ്. In order to address the socio-economic demands of the majority of rural residents, various programs have been implemented. These included UNICEF അസിസ്റ്റഡ് അപ്ലൈഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം. അപ്പൊ ഇവര് കുറെ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് അപ്ലൈഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം, which attempted to improve nutrition status of the rural people in certain blocks and provide healthcare, immunization, potable water and environmental cleanliness. ഇപ്പോ ഇങ്ങനെ ഇവര് കുറെ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തു. അതുകൊണ്ട് കുറെ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. ഏതിലൊക്കെ വെച്ചാൽ ന്യൂട്രീഷൻ സ്റ്റാറ്റസിൽ, കുട്ടികൾ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന കുട്ടികളുടെ ന്യൂട്രീഷൻ സ്റ്റാറ്റസിൽ, അതുപോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിൽ, ഇമ്മ്യൂണൈസേഷൻ വെക്കുന്നതിൽ, കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവെപ്പുകൾ, പോർട്ടബിൾ വാട്ടർ ആൻഡ് എൻവിറോൺമെന്റൽ ക്ലീൻലിനെസ്. Therefore, UNICEF aims to safeguard children from malnutrition related disorder. അതുകൊണ്ട് തന്നെ യുനിസെഫ് എന്തിലാണ് എയിം ചെയ്യുന്നത് വെച്ചാൽ കുട്ടികൾക്ക് ന്യൂട്രീഷൻ കുറവുകൾ കാരണം കുറെ അധികം ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവര് കുറെ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ എൻട്രസ്റ്റഡ് solely with the well-being of children in the nation of the world. ഈ ഓർഗനൈസേഷന് എല്ലാവരും പ്യോർ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി എല്ലാ നേഷൻസ്, ലോകത്തിലെ എല്ലാ നേഷൻസും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. When government invest in children, health outcome improve, incomes increase, economies expand and social cohesion increase. നമ്മൾ കുട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താവും? ഹെൽത്ത് ഇംപ്രൂവ് ആവും, ഇൻകം ഇംപ്രൂവ് ആവും, അങ്ങനെ എല്ലാ രീതിയിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. Problems with public financial management exacerbate the situation. Weak funding system may result in delayed teacher compensation. പക്ഷെ എന്താണ് വെച്ചാൽ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റില് വീക്ക് ഫണ്ടിങ് സിസ്റ്റം ആണെങ്കിൽ അത് എന്ത് ചെയ്യും? ടീച്ചർ കോമ്പൻസേഷൻ എന്ത് ചെയ്യും? ഡിലേ ചെയ്യും, ലീഡിങ് ടു ടീച്ചർ ആബ്സെന്റീസം. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഫണ്ടിങ് ഒന്നും കിട്ടാത്തതാണ് ടീച്ചേഴ്സിന് എന്നുള്ള ഒരു എന്തൂസിയാസം കുറഞ്ഞ് ആബ്സെന്റിസം ആവും. ആൻഡ് പോർ സ്റ്റുഡന്റ് ലേണിംഗ് ഔട്ട്കംസ്. അപ്പോൾ എന്താവും? സ്റ്റുഡൻസിന്റെ ലേണിംഗ് ഔട്ട്കം വളരെ പുവർ ആയി പോകും. ഇൻ ഹെൽത്ത് കെയർ,
ഹെൽത്ത് കെയറിലാണെങ്കിൽ ഇൻസഫീഷ്യന്റ് കോസ്റ്റിംഗ് might result in dearth of essential medication, vaccination and other supplies. അപ്പോൾ ഈ മെഡിക്കേഷൻസും വാക്സിനേഷനും സപ്ലൈസും ഒക്കെ എന്താ ചെയ്യും ഇൻസഫീഷ്യന്റ് ആയിട്ട് വരും. When determining how to allocate finances effectively, government must consider the complete spectrum of children's needs. നമ്മൾ ഒരു ഫിനാൻസ് അലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് എന്ത് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടികളുടെ നീഡ്സ് നിർബന്ധമായും കൺസിഡർ ചെയ്തിരിക്കണം. To enable children to reach their full potential, sufficient public resource must be allocated to health, education, nutrition, protection and other sectors. അപ്പോൾ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള പബ്ലിക് റിസോഴ്സ് നമ്മൾ അലൊക്കേറ്റ് ചെയ്യുന്നത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് അതർ സെക്ടേഴ്സിലായിരിക്കണം. യൂണിസെഫിന്റെ റെസ്പോൺസിബിലിറ്റീസ്. യൂണിസെഫ് aims to address difficulties in public financial management so that all children, particularly the most disadvantaged, have an equal chance in life. അപ്പൊ യൂണിസെഫ് എന്താണ് എയിം ചെയ്യുന്നത് വെച്ചാൽ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലൂടെ എല്ലാ കുട്ടികൾക്കും ഈക്വൽ ചാൻസ് കിട്ടണം എന്നുള്ളതാണ്. Ensure that child related policies commitments are reflected more accurately in budget processes. ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പോളിസിയിൽ ബഡ്ജറ്റ് പ്രോസസ്സിംഗിൽ ഇത് എൻഷുർ ചെയ്തിരിക്കണം. Determine cost-effective and equitable method of delivering service and life-saving supplies and assist governments in planning, pricing and budgeting for them. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പിന്നെ ലൈഫ് സേവിങ് സപ്ലൈസസ് ഒക്കെ എന്ത് ചെയ്യണം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. അതിനുള്ള പ്ലാനിങ്ങിലും പ്രൈസിങ്ങിലും ബഡ്ജറ്റിങ്ങിലും ഒക്കെ യൂണിസെഫ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Enhance the flow and utilization of budget resources. This work is governed by the obligation made by the countries in the Convention of the Rights of the Sustainable Development Goals. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബഡ്ജറ്റ് ഫ്ലോ ഓഫ് ബഡ്ജറ്റ് എങ്ങനെ കറക്റ്റ് ആയിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യൂണിസെഫ് ആണ് എല്ലാ രാജ്യങ്ങളെയും കറക്റ്റ് ആയിട്ട് അവർ കുറെ ഡെവലപ്മെന്റ് ഗോൾസ് ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പ്രോഗ്രാം ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ്. The United Nations Development Program UNDP offers developing countries with expert advice, training and funds. അപ്പോൾ UNDP എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ കൺട്രീസിനും എക്സ്പേർട്ട് ആയിട്ടുള്ള അഡ്വൈസ്, ട്രെയിനിങ്ങും ഫണ്ടും അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്പേർട്ട് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും, ഫണ്ടും വേണമെങ്കിൽ കൊടുക്കും. വിത്ത് ഗ്രോയിങ് എംഫസിസ് ഓൺ എയ്ഡ് ടു ലീസ്റ്റ് ഡെവലപ്ഡ് നേഷൻ. It encourages international technological and investment collaboration. International technology and investment collaboration ഒക്കെ encourage ചെയ്യുന്നുണ്ട്. It is entirely funded by voluntary contribution from a member nation. അപ്പോൾ ഇതിന്റെ എൻറ്റയർ ഫണ്ടും എവിടെ നിന്നാണ് അധികം വോളണ്ടറി കോൺട്രിബ്യൂഷന് അവരുടെ മെമ്പർ നേഷൻസ് എന്നാണ്. ഇറ്റ് ഈസ് സെൻട്രൽ ടു ദ യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രൂപ്പ്. ഇതിന്റെ സെന്റർ ആണെന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രൂപ്പ്, എ നെറ്റ്വർക്ക് ദാറ്റ് സ്പാൻസ് അറ്റ്മോസ്റ്റ് 170 countries and unite 40 UN funds programs. അപ്പോൾ ഇത് UNDP എന്ന് പറയുന്നത് 170 കൺട്രീസിൽ 40 UN funds programs, specialized agencies and other bodies working to advance 2030 agenda for sustainable development. അപ്പോൾ ഇത്രയും ആളുകൾ കൂടി ചേർന്ന് ഇത്രയും കൺട്രീസും ഫണ്ടും പ്രോഗ്രാംസും സ്പെഷ്യൽ ഏജൻസീസ് ഒക്കെ ചേർന്ന് വർക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. The UNDP is a member of United Nations Development Group. ഇവര് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് ഗ്രൂപ്പിന്റെ ഒരു മെമ്പർ ആണ്. Human Development Report. It is laid by an administrator. The Human Development Report is an annual report released by the United Nations Development Program Human Development Report Office. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് ആനുവൽ റിപ്പോർട്ടാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് ഇത് പുറത്തുവിടുന്നത്. The Human Development Index is a composite index of statistics of life expectancy education. A country's HDI is greater when its life expectancy, education level and per capita gross national income are all greater. അപ്പോൾ ഒരു കൺട്രീന്റെ HDI ഗ്രേറ്റർ ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ അതിന്റെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ലെവലും എല്ലാം കൂടുതലുള്ളപ്പോഴാണ് അതിന്റെ HDI ഗ്രേറ്റർ ആയിരിക്കുള്ളൂ. ഇന്ത്യ ആൻഡ് UNDP. Since 1951, India and the United Nations Development Program UNDP
have collaborated on numerous human development concerns, including sustainable livelihood, environment, literacy, institutional strengthening, renewable energy and resilience. അപ്പോൾ ഇന്ത്യയിൽ ഈ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം വന്നിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഏതിലെന്ന് വെച്ചാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് മെയിൻ. അതില് ലൈവ്ലിഹുഡും എൻവയോൺമെന്റും ലിറ്ററസി പിന്നെ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തനിങ് റിന്യൂവബിൾ എനർജി ഒക്കെ അതിൽ പെടും. ദ ഇന്ത്യൻ ഗവൺമെന്റ് പാർട്ട്നേർഡ് with UNDP to work on India 2030 National Development Mission and establish additional sustainable development goals. അപ്പോൾ ഇന്ത്യ ഇവരെ കൂടെ പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാ വെച്ചാൽ 2030 നാഷണൽ ഡെവലപ്മെന്റ് മിഷന് വേണ്ടിയിട്ട്. UNDP India's country program for 2018 to 2022 focus on 3 key areas. ഒന്ന് വന്നിട്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത്, പിന്നെ എൻവയോൺമെന്റ് ആൻഡ് എനർജി, strengthening system and institution. The Government of India Department of Economic Affairs serves as the coordinating body for all UNDP related issues in India. അപ്പോൾ ഇതില് ഇന്ത്യയിൽ വന്നിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡെവലപ്മെന്റ് എക്കണോമിക് അഫയേഴ്സ് ആണ് ഇവരെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ ഇഷ്യൂസിനും ഇവരെ കോർഡിനേറ്റ് ചെയ്യുന്നത് Government of India Department of Economic Affairs ആണ്. The UNDP has 6 offices in India. ഇന്ത്യയിൽ മൊത്തം ഇവർക്ക് 6 offices ഉണ്ട്.